ബ്രെഡ് കൊണ്ടുള്ള ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ്. പിന്നെ ഇതിനകത്ത് വെച്ചിരിക്കുന്ന ഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ അപാര ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെല്ലൈക്കണോട് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അങ്ങനെ വെച്ചാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. അപ്പോൾ നമ്മുടെ സ്നാക്ക് റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഒരു 4 കഷ്ണം ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് മുറിച്ച് മാറ്റുന്നുണ്ട്. ആ ഹാർഡായിട്ടുള്ള പാർട്ടൊക്കെ ഒന്ന് മുറിച്ച് മാറ്റുന്നുണ്ട്. അങ്ങനെ മുറിച്ച് മാറ്റിയ ആ ബ്രെഡ് പിന്നീട് ചപ്പാത്തി പലകയുടെ ആ കോല് കൊണ്ടൊന്ന് പരത്തി ഒന്ന് ഫ്ലാറ്റൻ ആക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ എടുത്തിരിക്കുന്ന ബ്രെഡെല്ലാം ഫ്ലാറ്റനാക്കി അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടിയത് ഒരു പഴമാണ്. അപ്പോൾ ഞാനത് ഒരെണ്ണം എടുക്കുന്നുള്ളൂ. ഈ 4 അത് മതിയാവും. ആ പഴത്തിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ചെറുതായിട്ട് മുറിച്ച് എടുക്കുന്നുണ്ട്. ഇങ്ങനെ മുറിച്ചെടുത്തില്ലേലും നമുക്ക് ഒരു ഫോർക്ക് കൊണ്ട് ഉടച്ചെടുത്താലും മതിയാവും. അപ്പോൾ ഞാൻ ഇത് എല്ലാം ഒന്ന് മുറിച്ച് ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. ഒരു പാൻ വെച്ചു. ആ പാനിലേക്ക് ഞാൻ 2 ടീസ്പൂണ് ബ്രൗൺ ഷുഗർ ഇടുന്നുണ്ട്. ഇവിടെ പഞ്ചസാര ഇടുന്നതിന് മുമ്പ് തന്നെ നമുക്ക് 2 ടേബിൾ സ്പൂണ് ബട്ടറോ നെയ്യോ എന്തെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ നോയമ്പായതുകൊണ്ട് മാത്രമാണ് അത് ഉപയോഗിക്കാഞ്ഞത്. അതും കൂടെ ഇട്ട് ഇത് ഒന്ന് വഴറ്റി ഒന്ന് ഉടച്ച് വെന്ത് എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ പഴം വെന്ത് വരുന്ന കൂട്ടത്തിൽ ഞാനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക പഞ്ചസാര ഇട്ട് പൊടിച്ച് ആ പൊടിയൂടെ ഏലക്കയുടെ ആ മിക്സറൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അങ്ങനെ വെന്ത് വരുന്നതിന് കൂട്ടത്തിൽ 2 ടേബിൾ സ്പൂൺ പാലൂടെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ പാലും ഒഴിച്ചു കൊടുത്തിട്ടില്ല. ആ വെന്ത് വന്ന പഴത്തിൻ്റെ മിക്സർ നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ ഒരു സൈഡിലോട്ട് ഒരു സ്പൂണ് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ സൈഡ് ഫോർക്ക് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അവിടെ ലോക്ക് ചെയ്തിരുന്നോളും. ഇനിയും ഒന്നുകൂടെ സെക്യൂർ ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ശകലം വെള്ളം കൂടെ അതിൻ്റെ ബ്രെഡിൻ്റെ സൈഡിൽ ഒന്ന് തൂത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഫോർക്ക് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അവിടെ ലോക്ക് ചെയ്തിരുന്നോളും. ഇനി ഒരു തവ വെച്ച് കൊടുത്ത് അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലിന് പകരം ബട്ടറോ ഗീയോ ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ പാന് ഓയിലും ചൂടായി വരുന്ന സമയത്ത് നമ്മൾ പഴം കൊണ്ട് നിറച്ച് വെച്ചിരിക്കുന്ന ആ ബ്രെഡ് എടുത്ത് വെച്ച് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാ സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. പഴവും ബ്രെഡും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കമൻറ്റ് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.